ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ നമ്മുടെ സൽക്കാരങ്ങളിലും കല്യാണങ്ങളിലും നോമ്പ് തുറക്കൊക്കെ നല്ല പ്രധാനം കൊടുക്കണ അലീസ കേട്ടോ. അൽസാന്നും പറയും, അലീസാന്നും പറയും. ഇത് ഗോതമ്പം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ലൊരു വിഭവമാട്ടോ. കല്യാണ സൽക്കാരങ്ങളിലും കഴിക്കാനും നല്ലൊരു ടേസ്റ്റ്, ആർക്ക് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഗോതമ്പൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നല്ല ഗോതമ്പം വേണം കേട്ടോ. അതിന് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി കുത്തി കൊടുന്ന ഗോതമ്പാണ് നമ്മൾ ഉപയോഗിച്ചത്. നുറുക്ക് ഗോതമ്പല്ല, നല്ല സൂചി ഗോതമ്പം കിട്ടും. അത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കുത്തി അത് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം പൊതിർത്തി, ഞാൻ വൈകുന്നേരത്ത് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ ഇട്ടുണ്ടാക്കിയത്. ഇതല്ലേ നല്ലൊരു ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. ഇത് ഏത് സൽക്കാരങ്ങളിലും സ്റ്റാറായൊരു വിഭവമാണ്. അൽസാന്നും പറയും, അലീസാന്നും പറയും. നമുക്കത് ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനായിട്ട് ഞാനേ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഗോതമ്പ് എടുത്തിട്ട്, നല്ല സൂചി ഗോതമ്പാട്ടോ, അതന്നെ എടുക്കണം കേട്ടോ. അത് നല്ല അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുത്തി മില്ലിൽ കൊണ്ടുപോയി കുത്തി കൊടുന്നതാണ്. ഇങ്ങനെ കുത്തിയത് വാങ്ങാനും കിട്ടും കേട്ടോ. ഞങ്ങൾ കുറേ വാങ്ങിയപ്പോൾ കുത്തി കൊണ്ടിരിച്ചതാണ്. ഇങ്ങനെ ഗോതമ്പം വെക്കാനും അൽസ വെക്കാനും ഒക്കെ പറ്റുന്നത്, ഗോതമ്പ് കഞ്ഞി വെക്കാനും ഒക്കെ പറ്റും. അങ്ങനെ തലേന്ന് നല്ലോണം ഒരു 5-6 വട്ടം നല്ലോണം കഴുകിയിട്ടേ വെള്ളത്തിലിട്ടേക്കാം കേട്ടോ. പിന്നെ അത് നല്ലോണം കഴുകാൻ പറയണത് എന്തിനാണെന്നറിയോ? പിന്നെ അത് കഴുകൂല, നമ്മൾ ഈ വെള്ളത്തോടുക്കനെയാണ് തീമക്കുക അല്ലേ. അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലെ ഇങ്ങനെ നികക്കെ നിൽക്കണം കേട്ടോ. നമ്മൾ 2 ഇഞ്ച് മേലെ വെള്ളം വേണം കുക്കറിൻ്റെ മേലെ. നമ്മൾ അതൊക്കെ കുക്കർക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടോ അത്. പിന്നെ ഇതിൻ്റെ വേഗം എന്ന് പറഞ്ഞാൽ ആദ്യം 2-3 ചെറിയ വിസിൽ വന്നിട്ട്, ആദ്യം വലിയൊരു വിസിൽ ഫ്ലെയിമിൽ വിസിൽ വരിക, പിന്നെ ചെറിയ 2-3 വിസിലും വന്നിട്ടാണ് ഇത് വെന്ത് കേട്ടോ. അത് ഗോതമ്പത്തിൻ്റെ വേവ് പോലെ ഇരിക്കും. ചില ഗോതമ്പം പെട്ടെന്ന് പോവും, ചിലത് വല്ല പോവില്ല. ഞാൻ അതിക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണം, 2 വെളുത്തുള്ളി, ഒരു കറുകപ്പട്ട, അല്പം ഗ്രാമ്പു ഇതിട്ട് കൊടുക്കട്ടോ. പിന്നെ നമ്മൾ ഇതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചിക്കൻ്റെ 2-3-4 കഷ്ണങ്ങൾ നമ്മൾ ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ടേ നന്നായി വേവിച്ചെടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നികക്കെ നിൽക്കണം കേട്ടോ. നമ്മൾ 2 ഇഞ്ച് മേലെ വെള്ളം വേണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. അത് ഗോതമ്പത്തിൻ്റെ വേഗിനനുസരിച്ച്, നല്ല വേഗില്ല ഗോതമ്പാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടേ കുക്കറിൽ വലിയ ഫ്ലെയിമിൽ 2 വിസിലും ചെറിയ ഫ്ലെയിമിൽ 3 വിസിലും വന്നപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ എടുക്കുന്ന ഗോതമ്പത്തിൻ്റെ അളവ് പോലെ ആയിരിക്കും വേഗൽ, വെള്ളം അതിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചേർത്തിട്ടേ നല്ലോണം ഒന്ന് വേവിച്ചെടുത്താട്ടത്. നമുക്കിതിൻ്റെ വേഗമൊക്കെ ഒന്ന് നോക്കാം. നല്ലോണം അടച്ച് വെച്ചിട്ടേ നല്ലോണം വേവിച്ചെടുക്കുക. അങ്ങനെ കുക്കറിലൊക്കെ അടച്ച് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എന്തോളം വേണ്ടത്, കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും കൂടി ഒരു നെയ്യിൽ വറുത്തെടുക്കണം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. തേങ്ങാപ്പാലും വേണം. അങ്ങനെ ഇതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടേ നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. വിസിലൊക്കെ വന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇനി 1.25 കപ്പ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങാപ്പാൽ എത്ര എടുത്താലും നല്ല ടേസ്റ്റാണ്. നല്ല കട്ടി കൂടിയ തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ നിങ്ങൾ. അങ്ങനെ കുക്കറിൽ ഇതൊക്കെ ഒന്ന് നല്ലോണം വേവിച്ചെടുത്തിട്ടേ അതവിടെ കടന്ന് വേകട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ഇതിക്കില്ല സവാളയും വയറ്റാം, അണ്ടിപ്പരിപ്പൊക്കെ വയറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഒരു സവാള ഇട്ട് അരിഞ്ഞിക്കണ്. ഇങ്ങനെ പശുവിൻ്റെ നെയ്യ് തന്നെ ചേർത്തിട്ടുണ്ട്. മിൽമ നെയ്യാണ് ചേർത്തത്. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു സവാള വയറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ വയറ്റില്ല, അതേപോലെ തന്നെ ഇളം ബ്രൗൺ കളറിലാക്കി നന്നായി വയറ്റിയെടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഇത് നമുക്ക് ഒന്ന് വയറ്റിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മളെ കുക്കറിലുള്ള അലീസയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയാലോ.
അങ്ങനെ കൂട്ടുകാരെ നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകണമെന്ന് നോക്കണം കേട്ടോ. ഇങ്ങനെ ഇളം ബ്രൗൺ കളറിലാക്കിയിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നെയ്യിൽ തന്നെ വഴറ്റാൻ നോക്കണം കേട്ടോ. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് പൊടിയും വഴറ്റിയെടുക്കാം. ഇതിൻ്റെ വഴറ്റൽ കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് കുക്കറിലൊക്കെ വെന്തുക്കണമെന്ന് നോക്കാം. അങ്ങനെ കേസ് നമ്മളെ ഗോതമ്പൊക്കെ നന്നായി നമുക്കിതിൽ നിന്ന് ചിക്കൻ കറുകപ്പട്ടി ഗ്രാമ്പൊക്കെ മാറ്റിട്ടോ. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നന്നായി അടിച്ചെടുക്കണം. പതുക്കെ അടിച്ചാൽ മതി, വല്ലാതെ കൊഴുത്തടിച്ചണ്ട. ക്രഷ് ചെയ്ത് കാണും അടിച്ചാൽ മതി. അപ്പം നല്ലോണം അലിഞ്ഞ് ചേരുന്ന പോലെ അടിച്ചാൽ മതി. നമ്മൾ കുടിക്കുമ്പോൾ ഒന്നും ഇങ്ങനെ കടിക്കാനും കിട്ടണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ഈ ചിക്കൻ്റെ ഒക്കെ എല്ലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഇറച്ചി മാത്രം പിച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ഇനി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കതൊക്കെ നല്ലോണം തണുത്തിട്ടേ, ഗോതമ്പൊക്കെ തണുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒന്ന് തണുക്കാൻ വെക്കാം. അങ്ങനെ നമുക്ക് ഈ ഗോതമ്പൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ട് ചൂട് കൊടുക്കാൻ അടിച്ചിട്ടില്ലേ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഈ കറുകപ്പട്ടിയും ഈ ഗ്രാമ്പും അതിൽ നിന്ന് എടുത്ത് വെക്കണം. ആ ഇഞ്ചിൻ്റെ കഷ്ണം അതൊക്കെ പാടയിൽ അരച്ച അതിൻ്റെ ടേസ്റ്റ് മാറും. അത് നിങ്ങളതിൽ നിന്ന് വേറെ ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് തിരഞ്ഞെടുത്തേക്കണം കേട്ടോ. പിന്നെ ചിക്കൻ്റെ ഇത് എടുത്തേക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എല്ലൊക്കെ മിക്സിൻ്റെ ഉള്ളിൽ കൊടുങ്ങൂലേ. ചിക്കൻ്റെ ഇറച്ചി മാത്രം പിച്ചെടുക്കുകയും വേണം. അങ്ങനെ ഗോതമ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇറച്ചിയൊക്കെ പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക അങ്ങോട്ട് ഒന്ന്. വല്ലാതെ അങ്ങോട്ട് പൊടിയാവണ്ട, എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനും വേണം. അങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് അടിച്ചെടുത്താലോ. അങ്ങനെ ഗേസ് നല്ല കട്ടിയില്ല തേങ്ങാപ്പാൽ ഇതിൻ്റെ പ്രധാന സാധനം. നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയത് തേങ്ങാപ്പാൽ ചേർത്താലാണ് ഏറ്റവും ടേസ്റ്റ്. പശുപ്പാൽ വേണമെങ്കിൽ ചേർക്കാൻ പറ്റിയ, പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കണം അത്ര ടേസ്റ്റ് ഉണ്ടാവും. പശുപ്പാൽ വെള്ളമൊന്നും വല്ലാതെ കൂട്ടാതെ കട്ടിയില്ല തേങ്ങാപ്പാൽ 2 കപ്പോ 2.5 കപ്പോ കൊടുത്തു. തേങ്ങാപ്പാൽ എത്ര എടുത്താലും ടേസ്റ്റാണ്. അങ്ങനെ അതും ഒഴിച്ചപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ ഒക്കെ പിച്ചെടുത്തിക്കണല്ലോ എല്ലാം ഒഴിവാക്കിയാണ്. അതും ആ കറുകപ്പട്ടി ഇട്ട് കൊടുക്കട്ടോ. ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കട്ടോ. ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ട് അടി പിടിക്കാതെ നിങ്ങൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇത് നന്നായി തിളച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും സവാളയൊക്കെ വഴറ്റിയത് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താലോ.
അങ്ങനെ കേസ് തിളക്കുമ്പോഴേ ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണ്ട, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഗോതമ്പ് കുറച്ച് കട്ടിയുള്ള സാധനമാണ്, അതുകൊണ്ട് നിങ്ങൾ തിളക്കോളം ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് തിളച്ചാൽ മതി, ഒക്കെ ശരിയാണ്ടാവും, അടിപൊളിയാണ്ടാവും കേട്ടോ. ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തുങ്ങാണ്ട്, ഇളക്കിയിട്ടില്ലെങ്കിൽ പിരിഞ്ഞു പോകട്ടോ. നല്ലോണം തിളച്ച് വരുന്നുണ്ട്, ഇങ്ങനെ തിളച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് ലാസ്റ്റ് ചേർക്കേണ്ടത് കുറച്ച് പഞ്ചസാര കേട്ടോ. ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് അണ്ടിയും മുന്തിരിയും നെയ്യിൽ വറുത്ത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ആ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, സ്കിപ്പ് ചെയ്ത് പോയതാണ്. അത് നിങ്ങൾ ചേർക്കണം, തീർച്ചയായും പഞ്ചസാര ലേശം ചേർക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് ചേർത്താൽ മതി, അധികം ചേർക്കരുത്, പാകത്തിന് ചേർത്താൽ മതി. നമുക്കിതൊക്കെ ഒരു ബൗളിലേക്ക് വിളമ്പിയാലോ. ഇങ്ങനത്തെ ഒരു ബൗളിൽ വിളമ്പിയിട്ട് ഇത് കുറച്ചൊന്ന് കുടിക്കണ രൂപത്തിലാട്ടോ ആണ്ട്, വല്ലാതെ ടൈറ്റ് ആകാൻ പറ്റില്ല. അലീസ പറഞ്ഞാൽ അങ്ങനെയാണ്, സ്പൂൺ കൊണ്ട് കോരി കുടിക്കണ സാധനമാണ്. അങ്ങനെ ഇതൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടേ നമുക്കതിൻ്റെ മുകളിൽ നമ്മൾ അണ്ടിയും പരിപ്പും സവാളി, മുന്തിരി ഇല്ല കേട്ടോ, അത് രണ്ടും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി മുന്തിരി വേണ്ടപോലെ മുന്തിരി ഇട്ട് കൊടുത്തോളി. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പും സവാളയും വഴറ്റിയതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടേ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇടണം കേട്ടോ. അതിൻ്റെ വീഡിയോ ഇതിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കണം, അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം കേട്ടോ. കുറച്ചിട്ടാൽ മതി, ഒരു ചെറിയ ടീസ്പൂൺ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചിങ്ങനെ മധുരമുണ്ട് എന്ന് പറയാനും ആണേനും അധികം പറ്റില്ല. ഇതിങ്ങനെ കഴിച്ചാണ്ടല്ലോ, ചൂടോടുക്കനെയും കഴിക്കുക, തണുത്തിട്ടും കഴിച്ച കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കട്ടോ. നിങ്ങളെല്ലാവരും അലീസ ഉണ്ടാക്കി നോക്കിയിട്ടേ നമ്മളെ വീഡിയോ ഒന്ന് കണ്ടിട്ടേ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ അമർത്തിയിട്ടേ ഹോളെന്ന ഓപ്ഷൻ വരുമ്പോൾ അതിമേൽ അമർത്തി കൊടുക്കുക. ഞാൻ വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരും കേട്ടോ. അങ്ങനെ എല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചു. നല്ല അടിപൊളി അലീസ റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. താങ്ക്സ് ഫോർ വാച്ച്.